കറി ഉയർത്തി പറ കോളിംഗ്. നോ വൺ മോർ ടൈം കോളിംഗ്. ഹല്ലേലൂയ. കോളിംഗ് വന്നത് ബേർഡനിൽ നിന്നാണ്. നമ്മുടെ കോള് കൺഫേം ചെയ്ത് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ ലൈഫ് വെറുതെ ആയി പോകും. സ്പെഷ്യലി നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ്, നമ്മുടെ സ്പിരിച്വൽ ലൈഫ് വെറുതെ ആയി പോകും. പലരുടെയും ലൈഫ് വെറുതെ ആകാൻ കാര്യം അവരുടെ കോള് അവർക്ക് കൺഫേം ചെയ്ത് കിട്ടിയിട്ടില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ വന്നു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നെ വിളിച്ചത് എന്തിനാണ്? അതാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 13 വേഴ്സ് 2, 13:2 അപ്പോസ്തല പ്രവൃത്തി. കോള് കൺഫേം ചെയ്ത് കർത്താവ് കൊടുക്കുകയാണ്. കോള് കൺഫേം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നോർമൽ ക്രിസ്ത്യനാണ്, നോർമൽ പെന്തക്കോസ്താണ്. എന്നാൽ കോള് കൺഫേം ചെയ്ത് കിട്ടിയത് കൊണ്ടാണ് ഈ സഭ മിഷൻ ചെയ്യുന്നത്. കോള് കൺഫേം ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഒരു ഫിൽസ് എങ്ങും പോത്തില്ല, ഇതിൻ്റെ അകത്ത് നിൽക്കും. എല്ലാം പുറത്തോട്ട് പോകാൻ കാര്യം കോള് കൺഫേം ചെയ്തത് കൊണ്ടാണ്. എല്ലാവരും കര ഉയർത്തി പറ കോളിംഗ്. എല്ലാവരും ചേർന്ന് പറ കോളിംഗ്. ചിലർ എന്നോട് ചോദിക്കും, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയണം എൻ്റെ കോളിംഗ് എന്താണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ചോദിക്കുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അവരുടെ ആ സെക്കുലർ മേഖലയിൽ അവരുടെ ജോലി എന്താണെന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ സ്പിരിച്വൽ ഏരിയ വരുമ്പോൾ നമ്മുടെ ജോലി എന്താണെന്ന് അറിയണം. യെസ് ഓർ നോ? അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ബേർഡൻ എന്താണെന്ന് എന്നോട് പറ, നിങ്ങളുടെ കോളിംഗ് എന്താണെന്ന് ഞാൻ പറയാം. മനസ്സിലായല്ലോ? നിങ്ങളുടെ ബേർഡൻ എന്താണെന്ന് എന്നോട് പറ, നിങ്ങളുടെ കോളിംഗ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കണ്ടോ? മിണ്ടാണ്ട് നോക്കിയിരിക്കണം. കണ്ടോ? ഒരാൾക്ക് കൈ കൊടുത്തിട്ട് പറ, നിങ്ങളുടെ ബേർഡൻ എന്താണെന്ന് എന്നോട് പറ, നിങ്ങളുടെ കോളിംഗ് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയാം. എടീ, എന്നെ നോക്കിയിരിക്കാനല്ല പറഞ്ഞ്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറയാനാ പറഞ്ഞേ, നിങ്ങളുടെ ബേർഡൻ എന്താണെന്ന് എന്നോട് പറ, നിങ്ങളുടെ കോളിംഗ് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയാം. അപ്പം നിങ്ങളുടെ ബേർഡൻ എന്താണോ അതാ നിങ്ങളുടെ കോളിംഗ്. ഓക്കെ. ഇപ്പം ഞാൻ എൻ്റെ ചർച്ചിൽ ടീച്ച് ചെയ്യുമ്പോൾ, എൻ്റെ കോവർക്കേഴ്സിനോട് ടീച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് കർത്താവ് സൗഖ്യമാക്കിയ ഒരാളാണോ? നിങ്ങളുടെ കോളിംഗ് അതാണ്. നിങ്ങൾ കൈവച്ചോ സകല ക്യാൻസർ രോഗം ഹീല. ദിസ് ഈസ് യുവർ കോളിംഗ്. അത് നിങ്ങളുടെ കോളിംഗ് ആണ്. നിങ്ങളുടെ ഫാമിലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കോളിംഗ് ക്ലിയർ ആയി വരികയാ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആയിരക്കണക്കിന് ഫാമിലി ബിൽഡപ്പ് ആവും. കോള് കൺഫേം ചെയ്യുക. ഫിനാൻഷ്യലി നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കോളിംഗ് തിരിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ കൈവച്ചാൽ ഫിനാൻഷ്യലി ഒരു ബ്ലെസ്സിങ് ജനത്തിനുണ്ടാവും. അതാണ് നിങ്ങളുടെ കോളിംഗ്. അതാണ് നിങ്ങളുടെ കോളിംഗ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാടാൻ അറിയാമോ? നിങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചോ? കോള് വെളിപ്പെട്ട് വരുക. ഒരു പാട്ടിൽ നീ വേദനിച്ചെങ്കിൽ ഒരു പാട്ട് പുസ്തകം തരും ദൈവം. ഹല്ലേലൂയ. Come on, hallelujah. ഞാൻ അവനാർക്കും കടക്കാരനല്ല എന്നുള്ള വരി, 4 വരി ഒരു ജീവിത അനുഭവത്തിൽ പുറത്തു വന്ന വരിയ. എൻ്റെ അപ്പോ ആ വരി മുഖാന്തരം ഞാൻ അനുഭവിച്ച വ്യഥ, വർഷങ്ങൾ വ്യഥ അനുഭവിച്ച ഒരാളാണ് ഞാൻ. 15,000 ഇമെയിലാണ് എനിക്ക് വന്നേ. അയ്യോ, അത് ഓരോന്ന് തുറന്ന് വായിക്കുമ്പോൾ ഉള്ള ജീവൻ പോകും. അപ്പം എൻ്റെ വൈഫിനോട് ചോദിക്കും, എന്തിനാ എപ്പോഴും ഇങ്ങനെ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കണം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. കാരണം അവളത് കണ്ടു കഴിഞ്ഞാൽ അവള് താഴെ പോകും. അത്ര സാധനമാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി അതൊന്നും നമ്മൾ പാടാൻ വേണ്ടി എഴുതിയൊന്നുമല്ലോ, അറിയാതെ വന്നതാണ്. യെസ് ഓർ നോ? അറിയാതെ വന്നു പോയത്, അറിയാതെ പാടിപ്പോയതാണ്. 6 മാസം ജോണ്ടിസം വന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഭയങ്കരമായിട്ട് മരണത്തിനും ജീവനും ഇടയ്ക്ക് കിടന്ന് ലൈഫ് ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു വാടക വീടിൻ്റെ അകത്ത് താമസിച്ച് 6 മാസം വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ, കാരണം അസുഖമായിപ്പോയി, പുറത്തിറങ്ങാൻ നിർവാഹമില്ല, ഊരില്ല, ആരോഗ്യമില്ല, എഴുന്നേറ്റ് പൊങ്ങുമെന്നുള്ള ഉറപ്പില്ല. കുഞ്ഞിന് 2-3 മാസം കഴിഞ്ഞപ്പം കർത്താവ് സൗഖ്യമാക്കി. ഞങ്ങൾ 2 പേരും പിന്നെയും രോഗികളായി തന്നെ തുടരുകയാണ്. ആരും വന്നു നോക്കാനില്ല, ഈവൻ പേരൻസും ഇല്ല വന്നു നോക്കാൻ. ആകപ്പാടെ ഒറ്റപ്പെട്ട ഒരു ദ്വീപിൻ്റെ അകത്തേതുപോലെ ആയിപ്പോയ ഒരു ജീവിത അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ജീവിത അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്. മനുഷ്യരാണോ അവരെല്ലാം പലതും ഫേസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലത് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അത് അവരുടെ കോളിങ്ങിനോട് ബന്ധപ്പെട്ടാണ്.
അവരെ എങ്ങനെ പുറത്തിറക്കണമെന്ന് തമ്പുരാനാ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ പോലെ അല്ല നിങ്ങളുടെ കോളിംഗ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ പോലെ ആകുകയും ചെയ്യരുത്. നിങ്ങളുടെ അകത്തിരിക്കുന്നവനെ പോലെ നിങ്ങളാകണം. സത്യത്തിൽ ഈ സ്റ്റേജ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചാടി തുള്ളാനാ തോന്നണം. അത്ര ഒരു ഡ്രീം പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറട്ടെ. ഞാൻ അങ്ങ് ബ്ലെസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 6 മാസം തികഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി വീടിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ 6 മാസമായി റെൻറ്റ് കൊടുത്തിട്ട്, അതുകൊണ്ട് നിങ്ങൾ റെൻ്റൊന്നും തരണ്ട, നാളെ രാവിലെ അങ്ങ് പോയാൽ മതി, വീട് വെക്കേറ്റ് ചെയ്ത് തന്നാൽ മതി, ഇവിടെ നിൽക്കണ്ട. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ രാവിലെ മാറിക്കോളൂ. ഓക്കെ, ഞാൻ രാവിലെ വരും, ചാവി എൻ്റെ തരണം. ഞാൻ പറഞ്ഞു ഓക്കെ. എങ്ങോട്ട് പോകും? ഒരു രാത്രി കൊണ്ട് വീട് വെക്കേറ്റ് ചെയ്യണം, ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ എൻ്റെ അനുജനോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ചെറിയ കീബോർഡ് വീട്ടിലുണ്ട്, ഇവിടെ എടുത്ത് വെക്കണേ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള മൂഡൊന്നും ഇല്ല. സത്യമാണ് പറയുന്നത്. നമുക്ക് എന്നാ പ്രാർത്ഥിക്കാനാണ് ഈ ഒരു അവസ്ഥയിൽ? 5-6 മാസം കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. റോമാലേഖനം 8 അധ്യായം പോലെയുള്ള അധ്യായങ്ങൾ കാണാതെ അറിയാം. ബൈബിൾ തുറന്ന് വായിക്കാനുള്ള ഊരില്ലാത്തതുകൊണ്ട് ഈ വചനം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പാടാം. ഇങ്ങനെ രാത്രി പാടാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്നുള്ള പാട്ട് പാടിത്തുടങ്ങി ആരാധിക്കുക. വേറെ വഴിയൊന്നുമില്ല. ഈ ഒരു വചനമുണ്ടല്ലോ, നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ട് പാടും. ഇപ്പം നമ്മൾ നേരെ തിരിച്ചാണ്. നമുക്കൊരു സന്തോഷവും ഇല്ല. 6 മാസമായി അന്നമില്ലാത്ത ഒരു മാസങ്ങൾ, ഭക്ഷണം കഴിച്ചിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്, വാടകയില്ല, ഇറങ്ങിക്കൊടുക്കണം. അപ്പോൾ പാടുക എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ നിയമ അഭിഷേകം അല്ലേ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പാട്ടുപാടിയ പുതിയ നിയമ അഭിഷേകം. ചെങ്കടൽ മുറിഞ്ഞ് കിട്ടുമ്പോൾ ഏത് മിരിയാമും കൈ തപ്പെടുക്കും. യെസ് ഓർ നോ? പക്ഷെ ഗതശമനയിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം പാടിയതാ പുതിയ നിയമം. ഈ പുതിയ നിയമസഭയാണ്. പ്രശ്നം കണ്ടുകൊണ്ട് ആരാധിക്കും. കാലാമത്തിൽ കിടക്കുമ്പം പാട്ടുപാടും. ഓ ഹല്ലേലൂയ. അങ്ങനെ പിടിച്ചു കയറി വന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. പ്രശ്നം കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യും. യെരിഹോവ് കണ്ടുകൊണ്ട് ആർപ്പിടാൻ തൻ്റെ ഇടമുള്ളവർക്കായി സ്തോത്രം. ആമേൻ. പാടി ദൈവത്തെ സ്തുതിക്കുക. പാടി അർദ്ധരാത്രി വന്നപ്പോൾ അറിയാതെ ഞാൻ പാടുക, ആരാധിച്ചോണ്ടിരിക്കുമ്പോൾ അറിയാതെ പാടുക. അവനാർക്കും കടക്കാരനല്ല. അറിയാതെയാട്ടോ, അവനാർക്കും ബാധ്യത അല്ല. അറിയാതെ പാടുക. അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാ. പാടുക. അറിയാതെയാ പാടുന്ന, അറിഞ്ഞുകൊണ്ട് പാടുകയല്ല. അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് തൊട്ടിട്ട് ചോദിച്ചു, എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ സാന്നിധ്യം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വിരൽ മേലോട്ട് ഉയർത്തി, മേളിൽ നിന്ന് കിട്ടിയതാണ്. കാരണം അവക്കറിയാം ഞാൻ ഒരു കഴിവില്ലാത്ത ഒരാളാണ്. വേറൊരു പൊട്ടനെ പോലെ എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ. കാരണം വലിയ പറയാൻ വേറെ ഒന്നുമില്ല. പക്ഷേ ഈ 4 വരി ഇങ്ങനെ പാടി രാവിലെ വരെ പാടി. രാവിലെ ഒരു കോളിംഗ് ബെല്ലിൻ്റെ വോയിസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സാറ് വന്നിട്ടുണ്ട്, നമ്മളെ പടിയിറക്കാൻ ആൾ വന്നിട്ടുണ്ട്. ഡോറ് തുറന്നപ്പോൾ ഓണർ ഇങ്ങനെ വിയർത്ത് കുളിച്ച് നിൽക്കണ പോലെ കതച്ച് നിൽക്കുക. ഞാൻ ചോദിച്ചു, അങ്കിളെ പാസ്റ്റർ എനിക്ക് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളും ഉറങ്ങിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പാസ്റ്റർ വീടൊന്നും മാറണ്ട, എത്ര നാൾ പാമ്പാടിയിലുണ്ടോ അത്രയും നാൾ ഇവിടെ താമസിച്ചോ. അയ്യോ, ആ 4 വരിയുടെ പവറേ. ഹല്ലേലൂയാ, hallelujah. Lift up your hands. Hallelujah, 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 hallelujah. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. സിക്കിംകാരന് വേണ്ടി പാടുന്നു.
सारे सृष्टि के मालिक तुम ही हो, सारे सृष्टि का रक्षक तुम ही हो, करते हैं तुझको सादर प्रणाम, गाते हैं तेरे गुण. സത്യത്തിൽ ആ 4 വരി കുറച്ചു പേരെങ്കിലും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടിയാ കംഫർട്ടർ, ആശ്വാസപ്രദൻ. ഇയ്യോബ് തൻ്റെ ശരീരം തകർന്നപ്പോൾ ഓട്ടുകഷണം എടുത്ത് ചിരണ്ടി ആശ്വസിച്ചു. നിനക്ക് ആശ്വസിക്കാൻ തമ്പുരാൻ തന്ന ഓട്ടുകഷണങ്ങളിൽ പല ഓട്ടുകഷണങ്ങളിൽ ഒന്നാ ഇതുപോലെയുള്ള ചില വരികൾ. മൊത്തം വരി അറിയില്ലേനും ചില വരി പാടുമ്പോൾ ഹൃദയം ഒന്ന് തണുക്കും, കണ്ണൊന്ന് നിറഞ്ഞൊഴുകും. മറുപടി വന്നില്ലെങ്കിലും മനസ്സിനൊരു ബലം കിട്ടും. കൈവിട്ടിട്ടില്ല. ആയിരങ്ങളെ ആശ്വസിപ്പിക്കുന്ന സഭയായി ഗോഡ്സ് ഓൺ മിനിസ്ട്രി മാറട്ടെ എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ജനത്തെ ഞാൻ ആശീർവദിക്കുകയാ. ഈ സഭ വർദ്ധിച്ച് പെരുകട്ടെ. മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ഇതിൻ്റെ അകത്തിരിക്കുന്ന ചിലർ ആശ്വസിപ്പിക്കുന്ന നാവുള്ളവരാണ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ ആയിരങ്ങൾ ആശ്വസിക്കുക. നിന്റെ വീട്ടിൽ വരുന്ന ഒരാൾ ആശ്വാസമില്ലാതെ പോത്തില്ല. ഈ ആലയത്തിൻ്റെ അകത്ത് കടന്നു വരുന്ന ഒരു വ്യക്തി ആശ്വാസം പ്രാപിക്കാതെ പോകില്ല. മുറിവുകൾക്ക് സൗഖ്യം വന്ന് അതെ ആശ്വസിപ്പിക്കുവാൻ ശിഷ്യന്മാരുടെ നാവിന്റെ അഭിഷേകം. ഞാനും മഹാരാഷ്ട്രയിൽ വേല ചെയ്യുന്ന സമയത്ത് ഈ ഇതുപോലുള്ള മിഷൻ സഭകളെയോ മിഷൻ ട്രിപ്പിന് വരുന്ന ആൾക്കാരെയോ ഒന്നും നമുക്കറിയില്ല. കർത്താവ് പറഞ്ഞു പോകാൻ പോയി വേല ചെയ്യുകയാണ്. ഭാഷ അറിയില്ലാത്തതുകൊണ്ട് ട്രാക്റ്റ് കളക്ട് ചെയ്ത് ഇങ്ങനെ നടന്നു കൊടുക്കും. 10-15 കിലോമീറ്റർ ഒരു ദിവസം നടക്കും. നടക്കാനുള്ള ഊര് ദൈവം തരും. 10-20 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാലും നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഓരോ ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ച് കുടിക്കും. എന്നെ പവറാന്നറിയാമോ സഹോദര? ദൈവം ബലപ്പെടുത്തിയാൽ അത് ബലമാണ്. നിങ്ങൾക്കറിയോ, കൈ ഇങ്ങനെ ഒന്ന് പൊക്കണേ അവൻ അനുവദിക്കണം. ആമേ കറക്റ്റ്. അവൻ അനുവദിച്ചുകൊണ്ടാണ് നമ്മളിന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. രാത്രി മുഴുവൻ ഇരുന്ന് പാട്ട് പാടുകയാണ്. 500 രൂപ വാടകയ്ക്കെടുത്ത് ഒരു കൊച്ചു മുറിക്കകത്താണ് താമസിക്കണേ. മുറി മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്രയിൽ. ഇരുന്ന് പാട്ട് രാത്രി മുഴുവൻ ഇരുന്ന് പാടുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ തന്നെ. രാവിലെ എഴുന്നേറ്റ് പോവുക, വേലയ്ക്ക് പോവുക. കമ്മിറ്റ്മെൻറ്റ് ദൈവത്തോട് കമ്മിറ്റ് ചെയ്ത് പോയാൽ പിന്നെ മാറാനൊക്കത്തില്ല. അതുകൊണ്ട് വെറുതെ എഗ്രിമെൻ്റ് ഒന്നും ചെയ്യാൻ പോകരുത്. എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം ഒന്നും വേണ്ട. നിനക്ക് ചെയ്യാവുന്നത്, നിനക്ക് വേണ്ടി ചെയ്യാവുന്നത് മുഴുവൻ ക്രൂഷ്യൽ ചെയ്തു കഴിഞ്ഞു. എല്ലാം ചെയ്തു കഴിഞ്ഞു. കാര്യസാധ്യങ്ങൾ ഓരോന്നോരോന്ന് ദൈവം നടത്തി തരും. അതല്ല നിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നിനക്ക് ചെയ്യാനൊരു വേല മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ പാട്ട് നന്ദിയാൽ നിറയുന്നു അത് വന്ന വഴിയൊന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ടെലിഫോണൊന്നും ഇല്ലാത്ത സമയം ഞാൻ 2000-ലെ കാര്യമായി പറയണേ. 1998, 99, 2000-ലെ കാര്യമൊക്കെ പറയണേ. അപ്പോൾ ടെലിഫോണൊന്നുമില്ല. ഇങ്ങനെ ഓരോ കത്ത് വരും, ഫാദറിൻ്റെ കത്ത് വരും. അപ്പോൾ കത്തിൻ്റെ ഇല്ലൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? അതോ ഇമെയിലൊക്കെ അറിയാവുള്ളോ? ഇമെയിലിന് മുമ്പ് ഇല്ലൻ്റെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അത് എന്ത് സാധനം പാസ്റ്റ്, ആ ഒരു ഫേസിൽ അതെനിക്ക് ഫീൽ ചെയ്യുന്നു. കുഴപ്പമില്ലല്ലോ അല്ലേ? പോകുന്നതിന് മുമ്പ് ചോദിച്ചാൽ മതി, ഞാൻ എന്താണെന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ കത്ത് ഇങ്ങനെ വരും. കത്തിൻ്റെ അകത്തുണ്ട്, എടേ നീ എന്താ കഴിക്കണേ, ഫാദറിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പം ഞാൻ തിരിച്ച് ലെറ്റർ അയക്കുമ്പോൾ മെനു ഇങ്ങനെ എഴുതും. അത് കറക്റ്റാണ് മെനു. നമ്മൾ കഴിക്കുന്നില്ലെന്നുള്ളത് നമുക്കറിയാവുള്ളൂ. പക്ഷെ മെനു കറക്റ്റ്. അത് വായിക്കുമ്പോൾ ഫാദറിന് സമാധാനം ആയിക്കൊള്ളട്ടെ. കാരണം അവരല്ലേ വേലയ്ക്ക് ഇറക്കിയത്, കൂലിപ്പണി ചെയ്ത് വളർത്തിയെടുത്തത് അവരാണ്. അവരൊത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കണേ. അവരതുപോലെ വളർത്തിയില്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ആകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എല്ലാ മക്കളോടും ഞാൻ പറയുക, അപ്പനെ അമ്മയെ മറക്കരുത്.
നമ്മുടെ അത്രയും ഗ്രാമറൊന്നും അവർക്കില്ലായിരിക്കും, നമ്മുടെ അത്രയും ഗ്ലാമറും കാണുകയില്ല. പക്ഷേ അവരുടെ കഷ്ടപ്പാടിൻ്റെ ബാക്കിയാ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് ഓർത്തോണം. അതുകൊണ്ട് ഷാർജയിലൊക്കെ വന്ന് ജോലി ചെയ്ത് അധ്വാനിക്കുന്ന നന്മ അപ്പൻ അയച്ചു കൊടുക്കുന്ന കാര്യം പറയുമ്പം ഫാമിലിയിൽ സംശയങ്ങളും സംസാരവും ഉണ്ടാകരുത്. എന്തു പറ്റി? പെട്ടെന്ന് അന്തരീക്ഷം അങ്ങ് മാറിയ പോലെ. ഭർത്താവിൻ്റെ വീട്ടിൽ അയച്ചു കൊടുക്കുന്നതിന് ഭാര്യ തടസ്സം നിൽക്കരുത്, ഭാര്യയുടെ വീട്ടിൽ അയച്ചു കൊടുക്കുന്നതിന് ഭർത്താവ് തടസ്സം നിൽക്കരുത്. നിന്നെ വളർത്തിയതുപോലെയാണ് അവനെ വളർത്തിയത്, നിന്നെ വളർത്തിയതുപോലെ അവരെ വളർത്തിയത്. അമ്മ കറക്റ്റ് പാസ്റ്റർ. അവിടെ കണക്ക് പറയരുത്, കണക്ക് പറയാതെയാണ് നിന്നെ വളർത്തിയേ, കണക്ക് പറയാതെ. നീ കഴിഞ്ഞ മാസം ഞാൻ ഇത്ര അയച്ചു തന്നത് എന്തിയെ ചോദിക്കരുത്. അവർ വളർത്തിയപ്പോൾ ചോദിച്ചിരുന്നെങ്കിൽ ഈ ആരോഗ്യത്തിൽ ഇരിക്കാനൊക്കത്തില്ല. നമ്മുടെ പേരൻസിനെ ഓർത്ത് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറയണ്ട, ഹല്ലേലൂയ പറയണ്ട, കൈ ഉയർത്തിപ്പിടിച്ച് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ആയുസ്സോടെ അവരെ ഇരുത്തണമേ, ആരോഗ്യത്തോടെ ഇരുത്തണമേ. തലയ്ക്ക് മുകളിൽ ആ കൈ ഉയർത്തിപ്പിടിക്കേ. എന്നിട്ട് നിൻ്റെ പേരൻസിനെ ജീവിച്ചിരിപ്പുണ്ടോ മനസ്സറിഞ്ഞൊന്ന് അനുഗ്രഹിക്കുക, മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക, മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക. നെടിയ ആയുസ് കൊടുക്കണേ കർത്താവേ, ആരോഗ്യം കൊടുക്കണേ കർത്താവേ. അവർ ഞങ്ങളോട് പൈസ ചോദിക്കാനിടയാകരുത്, ചോദിക്കുന്നതിന് മുമ്പേ കൊടുക്കുന്ന മക്കളാക്കി. മോനെ എനിക്കൊരാവശ്യമുണ്ടടാ, പൈസയുണ്ടോ എന്ന് ചോദിക്കാനിടയാക്കരുത്. ഫോൺ തുടങ്ങുമ്പോൾ തന്നെ പറയണം, വെക്ക്, ഞാൻ തന്നേക്കാം, കാര്യം മൈ ഡ്യൂട്ടി, മൈ റെസ്പോൺസിബിലിറ്റി, ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് മരണം വരെ, ഞാൻ മരിക്കുന്നവരെ അതുണ്ട്, അല്ലേ പപ്പ മരിക്കുന്നവരെ അതുണ്ട്. ആ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സകല വീടിനെ എൻ്റെ കൈ ഉയർത്തി ഞാൻ അനുഗ്രഹിക്കുകയാണ്. കൈതാത്തിട. എനിക്ക് 49 വയസ്സാകുന്നു. ഈ 49 വയസ്സ് വരെ എൻ്റെ പേരൻസിനെ വേദനിപ്പിക്കുന്ന ഒരു പദം ഞാൻ പറഞ്ഞിട്ടില്ല. 49 വയസ്സാകുന്ന എനിക്ക് അവർ 100% റൈറ്റ് ആയതുകൊണ്ടല്ല, പറയാൻ എനിക്ക് റൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അവർ ക്ലിയർ ആയതുകൊണ്ടല്ല ഞാൻ മിണ്ടാത്തത്, അല്ല, എനിക്ക് പറയാൻ വാക്കില്ലാത്തതുകൊണ്ടാണ്. കാരണം എനിക്ക് പറയാൻ ഒക്കത്തില്ല. അത് കുടുംബപ്പറ്റുള്ളവർക്കേ അത് മനസ്സിലാവുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. യെസ് ഓർ നോ? അരുത്, ഒരു വാക്ക് പോലും എതിർത്ത് പറയരുത്. ഞാൻ എൻ്റെ ചർച്ചിലെ യൂത്ത്സിനോടും, നമുക്ക് ഒത്തിരി ഗ്രാമങ്ങളിൽ വേലയുണ്ട്, ഒത്തിരി ചെറുപ്പക്കാർ പിള്ളേരുണ്ട്, പല ഭാഷക്കാരുണ്ട്. ഞാൻ അവരോടെല്ലാം പറയും, മക്കളെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ പേരൻസിനോട് കണക്ക് തീർക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ മുറിയിലോട്ട് കയറി വാതിലൊക്കെ അങ്ങ് വലിച്ചങ്ങ് അടയ്ക്കും. അപ്പോൾ പപ്പയെ അടിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ആ പണി കാണിച്ചത്. അമ്മയെ ഉപദ്രവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വാതിൽ എന്ത് ചെയ്യുക, വലിച്ചടയ്ക്കുകയാണ്, ആ കോപം തീർക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒരു പാസ്റ്റർ ബ്ലെസ് ചെയ്യുന്നതിനേക്കാൾ വലിയ ബ്ലെസ്സിങ് ആണ് ഒരപ്പൻ ബ്ലെസ് ചെയ്താൽ. ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് പേരൻസിൻ്റെ ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയ. എനിക്ക് വലിയ നിർബന്ധമാണ് എൻ്റെ വൈഫിൻ്റെ പേരൻസ്, എൻ്റെ പേരൻസ് എല്ലാവരും കൂട്ടിപ്പിടിക്കണം, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഉള്ളത് കൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരുന്ന്, കഷ്ടപ്പെട്ടവരല്ലേ, അനുഭവിക്കട്ടെ സന്തോഷത്തോടെ. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ കത്തയക്കും. 2001 ജനുവരിയിൽ എനിക്കൊരു കത്ത് വന്നു. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് വേല ചെയ്താൽ ഒക്കത്തില്ലടേ, നീ തിരിച്ചു വരണം, നിനക്കൊരു പെണ്ണിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കല്യാണം കഴിക്കുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ തന്നെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ ഞാനായിട്ട് ഇതൊന്നും പറയാനും പോത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കത്ത് അയച്ചു, ദൈവം എന്നെ അയക്കുമ്പോൾ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ദൈവം അയക്കുമ്പോൾ, ആ പദത്തിന് ഇപ്പം സിക്കിമിലെ പാസ്റ്റർക്ക് അതിൻ്റെ വില അറിയാം, ദൈവം അയക്കുക എന്ന് പറഞ്ഞാൽ. കാരണം മേളിൽ നിന്ന് തമ്പുരാനായിട്ടൊരു ഡോറ് തുറക്കാതെ കേരളത്തിലെത്താൻ ഒക്കത്തില്ല. അപ്പോൾ കേരളത്തിലെത്താൻ വേണ്ടി ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിന് ടിക്കറ്റ് കിട്ടിയപ്പോൾ മാസം 8 ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിന് കയറാനുള്ള ടിക്കറ്റ് പരിശുദ്ധാത്മാവ് തന്നപ്പോൾ. എന്ന് വെച്ചാൽ ഒരു വേലക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു മിഷൻ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ആഗ്രഹങ്ങളല്ല വലുത്, ദർശനങ്ങളാണ്. ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാൾ വലുത് ദർശനങ്ങളാണ്. ദർശനങ്ങളെ താലോലിച്ചാൽ ആഗ്രഹം ദൈവം നിവർത്തിച്ചു തരും. ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ ദർശനം ഫുൾഫിൽ ചെയ്യാൻ ഒക്കത്തില്ല.
ഒന്നുകൂടെ പറയുന്നു, ദർശനങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ സകല ആഗ്രഹവും ദൈവം നിവർത്തിച്ചു തരും. പക്ഷെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ ദർശനം പൂർണ്ണമാക്കാൻ ഒക്കത്തില്ല. ഏത് വേണമെന്ന് നമ്മളാ തീരുമാനിക്കണ്ടേ. എല്ലാ ഭർത്താക്കന്മാരും എല്ലാ ഭാര്യമാരും തീരുമാനിക്കണം, ആഗ്രഹത്തെ താലോലിക്കണോ ദർശനത്തെ താലോലിക്കണോ. ആഗ്രഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതെങ്കിൽ ദർശനം പൂർണ്ണമാകില്ല. പക്ഷെ ദർശനങ്ങൾക്ക് വേണ്ടി നീ വില കൊടുത്ത് നോക്കിക്കേ, ഏതാഗ്രഹം സാധിക്കണ്ടേ. സകലതും സാധിപ്പിക്കാൻ കർത്താവ് പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്നു. റെയിൽവേ സ്റ്റേഷനിൽ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫാദർ വന്നപ്പോൾ എന്നെ കണ്ടങ്ങ് കരയാൻ തുടങ്ങി. കാര്യം ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, പത്തലാവാല പോലെ ഒരു പെൻസിൽ മാർക്ക് പോലെ ആയിപ്പോയി. അപ്പം എന്നെ കണ്ടങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. നീ എന്താ എഴുതിയേ, നീ എന്താ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, എന്തിനാ വിഷമിക്കണേ, ഞാനൊരു സുവിശേഷകനാണ്, കർത്താവിൻ്റെ വേലക്കാരനാണ്, ഞാൻ വേല തികച്ചിട്ടാണ് വരണേ. അപ്പോൾ വീട്ടിൽ ചെന്നു ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നോട് പറഞ്ഞില്ല, നീ ഞങ്ങൾ കണ്ട പെണ്ണിനെ നീ പോയി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോയി ഞാൻ പോയി കാണാം. അങ്ങനെ പോയി പെണ്ണിനെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സുവിശേഷകനാണ്, ഭക്ഷണം തരാമെന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഇപ്പം പറയാൻ എനിക്ക് ഇല്ല. 10-20 ദിവസം കൂടി ഞാൻ വീട്ടിൽ വന്നാൽ ഭക്ഷണം കഴിച്ച്. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഡെഡിക്കേറ്റഡാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സകല പുള്ളിയും പറയുന്ന ഡയലോഗാണ് അത്. കല്യാണത്തിന് മുമ്പ് ഒത്തിരി ഡയലോഗ് പറയും. പക്ഷേ വണ്ടി കാർ പോർച്ചിൽ നിന്ന് നിരത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്, അല്ലേ? പോർച്ചിൽ പാർക്ക് ചെയ്തിട്ട ഒരു പ്രശ്നവും. പക്ഷെ നിരത്തിൽ ഇറങ്ങുമ്പോഴാണ് ഒറിജിനൽ ക്യാരക്ടർ, ഒറിജിനൽ സ്വഭാവം അറിയുന്നത് അപ്പോഴാണ്. കൈകെട്ടിയിരുന്നു, അതൊക്കെയാണ് നല്ലത്. അല്ല, ജീവിതം പഠിക്കാൻ വേണ്ടി ജീവിതം മാത്രമേ ഉള്ളൂ. ജീവിതം കൊണ്ടല്ലാതെ ജീവിതം പഠിക്കാൻ ഒക്കത്തില്ല. യെസ് ഓർ നോ? ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ, ബൈബിൾ പഠിച്ചതാണ് ബൈബിൾ സ്കൂളിൽ. ഡ്രൈവിംഗ് സ്കൂളിൽ എന്താ പഠിക്കണേ? ഡ്രൈവിംഗ്. ഐ മീൻ കറക്റ്റ്. അപ്പോൾ ഡ്രൈവർ പറയും, നമ്മുടെ സൈഡ് ഇതാണ്, ഇതിലെ തന്നെ കീപ്പ് ചെയ്ത് എന്ത് ചെയ്തു പൊക്കും. നമ്മൾ കേരളത്തിലെ സ്റ്റൈലിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ്, കേരളത്തിലെ സൈഡ്, റൈറ്റ്. നമ്മളിങ്ങനെ പോകുന്നു, നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നു. അപ്പോൾ എതിരെ ഒരു പൊട്ടൻ നമ്മുടെ സൈഡിൽ കൂടെ വരുവാണ്, നമ്മളെന്നേരം ഡ്രൈവിംഗ് സ്കൂളിലെ സാറിനെ സ്മരിക്കുമോ? ഡ്രൈവിംഗ് സ്കൂളിലെ സാറ് പറഞ്ഞേക്കുന്നത്, ഇത് നിൻ്റെ സൈഡാണ്, നിൻ്റെ സൈഡ് കീപ്പ് ചെയ്ത് പൊക്കോണം. നീ അന്നേരം പുള്ളിയെ സ്മരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുമോ? എന്ത് ചെയ്യും പറയൂ? ഇല്ലെങ്കിൽ പിന്നെ നിന്നെ സ്മരിക്കേണ്ടി വരും. അവൻ കറക്റ്റ്. യെസ് ഓർ നോ? ഇത് തന്നെ ലൈഫ്. നമ്മൾ മാറിക്കൊടുക്കുക എന്ന് വെച്ചാൽ തോറ്റു കൊടുക്കുക. വേണേ ഒരാളെ തോൽപ്പിക്കാം ലൈഫിൽ, ഒരാൾക്കേ ജയിക്കാൻ പറ്റൂ. പക്ഷെ രണ്ടുകൂടെ തോറ്റു കൊടുത്താൽ ഉണ്ടല്ലോ, രണ്ടും ജയിക്കും. ഒന്ന് കൈ ഉയർത്താൻ തൻ്റെ ഇടം ഉണ്ടേ ഒന്ന് ഉയർത്തി പിടിക്കാം. പക്ഷെ വലിയ പാടായി തോക്കുക എന്നുള്ളത്. കാരണം എനിക്കും ഉണ്ട് ഈഗോ, നിങ്ങൾക്കും ഉണ്ട് ഈഗോ. ചിലർക്ക് 70 കിലോ വെയിറ്റ് ഉണ്ട്, 40 കിലോ ഈഗോയും 30 കിലോ കോംപ്ലക്സും ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് മെനഞ്ഞാണ് അച്ചാച്ചനെ കൈ കൊടുപ്പിച്ച് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടത്. ഈ പുള്ളി തോറ്റു കൊടുക്കുമോ? എന്ന് നീ തോൽക്കും, അന്ന് ലൈഫ് സക്സസ് ആവും. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ. കല്യാണം നടന്നു 2001 ഡിസംബർ, വിവാഹം നടക്കുക. അപ്പം ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു സാധാ ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. ആ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്കൊരു എക്സ്ട്രാ ഷർട്ട് പുതിയത് വാങ്ങി ഇട്ടുകൊണ്ട് നിൽക്കാനുള്ള ഭാഗ്യമൊന്നും ആ സമയത്തില്ലായിരുന്നു. ഒരു പ്രൈവറ്റ് ബസ്സിന് കയറിയാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് പോകുന്നത്. കാരണം അതിനുള്ള വഴിയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. കല്യാണം കഴിയുന്നു. ഞങ്ങളുടെ ഒരു ചർച്ചിൽ, IPC ചർച്ചിൻ്റെ അകത്ത് വെച്ച് കല്യാണം. ഇതുപോലെ ഇവിടെ 2 കീബോർഡാണ്, നല്ല ഒരു ബേസ് ഗിറ്റാർ, ലീഡ് ഗിറ്റാർ. അവിടെ അതൊന്നുമില്ല, സാധാ കല്യാണം. കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ വൈഫായിട്ട് ബസ്സിൽ കയറി തിരിച്ചു വരുവാണ്. കാരണം ഒരു ടാക്സി വിളിക്കാനുള്ള വഴിയൊന്നുമില്ലായിരുന്നു. ഇത് പറയുമ്പോൾ ഓർക്കണം, ഞാൻ 30 രാജ്യത്തെ വിസ സ്റ്റാമ്പ് ചെയ്തവനാണ്. ഞാൻ 30 രാജ്യത്ത് പ്രസംഗിച്ചിട്ടാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. അത് വേറെ, അതാ അറിയണ്ടേ. അവൻ കടം പറയേല. നീ വിശ്വസ്തനായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ ഈ പുസ്തകം ചതിക്കുകയില്ല. ചതിക്കാത്തൊരു പുസ്തകം ഭൂമിയിലുണ്ട്.
ആ വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്ത് തലയ്ക്ക് മുകളിൽ തൻ്റെ ഇടത്തോടെ ഉയർത്തി ഒന്ന് പിടിക്കാവോ? ആ വിശുദ്ധ തിരുവെടുത്ത് അഭിമാനത്തോടെ അഭിമാനത്തോടെ തലയ്ക്ക് മുകളിൽ, ഷോൾഡറിന് പ്രശ്നമില്ല, തലയ്ക്ക് മുകളിൽ ആ കൈ ഉയർത്തിപ്പിടിച്ച് ഈ ചതിക്കാത്ത ഈ പുസ്തകം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ പുസ്തകത്തിന് വേണ്ടി വില കൊടുത്ത ദൈവമക്കൾ ആ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പുസ്തകത്തിന് കൊടുത്തു നോക്ക്. കൊടുക്കുമ്പോൾ ഈ പുസ്തകം തിരിച്ചു തരികയില്ല, ഗ്യാപ്പിടും. പക്ഷെ തിരിച്ചു തരാൻ തുടങ്ങിയുണ്ടല്ലോ, അയ്യാ, പിന്നെ സ്റ്റോപ്പ് ചെയ്യല. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ 2-ാം ദിവസം തന്നെ മഹാരാഷ്ട്രയ്ക്ക് പോയി. അപ്പോൾ അവിടെ പേരൻസ് ആരും വിശ്വാസത്തിൽ, അവൾ ഹിന്ദു ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവരുടെ പേരൻസ് വിചാരിച്ചെന്നാണെന്നറിയോ, മഹാരാഷ്ട്ര. ഈ ഒരു ഐഡിയ അവരുടെ കയ്യിലുണ്ട്. എന്താണ്? ശരിയാണ്, മഹാരാഷ്ട്ര. പക്ഷെ ലൈഫ് ചെറുതാണ്. ഒരു കൊച്ചു മുറിക്കകത്തുള്ള ജീവിതം ആരംഭിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി മഹാരാഷ്ട്രയാണ് ഏറ്റവും വലുത്, ലൈഫ് തികച്ചും ചെറുതാണ്. 2 ആഴ്ചക്കുള്ളിൽ കക്ഷി പട്ടിണി എന്താണ്, ചായ ഇല്ലാത്ത അവസ്ഥ എന്താണ്, ഒരു നാരങ്ങ വെള്ളം കുടിക്കാത്ത അവസ്ഥ എന്താണെന്ന് അറിയാൻ തുടങ്ങി. പക്ഷെ പുള്ളി മുഖം വാടി കാണിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരുത്തനെയാണല്ലോ ഈശോയെ എനിക്ക് കിട്ടിയത് എന്നെങ്ങാനും വെച്ചിരുന്നെങ്കിൽ. മനസ്സിലായോ? താങ്ക് ഗോഡ്. കഷ്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവർക്കായി സ്തോത്രം. ഈ പാട്ട് വന്ന വഴി എൻ്റെ ജീവിതത്തിന്, ഞാൻ സുവിശേഷ വേലയിൽ ഒത്തിരി 10-36 കിലോമീറ്ററൊക്കെ നടന്ന സമയങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. വഴി സൈഡിൽ ഞാൻ കൈ നീട്ടി ഭിക്ഷാടനം നടത്തിയ സമയങ്ങളുണ്ട്. ജീവിതം അതുപോലെ തകർന്നു പോയ യാമങ്ങളായിരുന്നു. ഇപ്പോഴൊക്കെയല്ലേ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാനും വാഹനത്തിൽ യാത്ര ചെയ്യാനും അടുത്ത രാജ്യത്ത് പോകാനും ഒക്കെ തുടങ്ങി. ഇപ്പോഴല്ലേ, ഇന്നലെയല്ലേ തുടങ്ങിയത്. ഒരു 10-15 വർഷം. ആ സത്യത്തിൽ ആ പുറകിലെ 10-15 വർഷമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയും. ഹല്ലേലൂയ. പട്ടിണി കൂടുമ്പോൾ ഫാസ്റ്റിംഗ് ഇരിക്കും. ഒരു വർഷം 5 പ്രാവശ്യം 21 ഇരിക്കും, ഒരു 40 ഇരിക്കും. കാര്യം ഒന്നേ ഭക്ഷണേ ഇല്ല. എങ്കിൽ പിന്നെ ഫാസ്റ്റിംഗ് ആണെങ്കിൽ എനിക്ക് അധിക സമയം പ്രാർത്ഥനയോടെ ദൈവത്തെ സേവിക്കാൻ കഴിയും. അങ്ങനെ 15 വർഷം കണ്ടിന്യൂ ചെയ്ത് ഒരു വർഷം 5 പ്രാവശ്യം 21 ഇരുന്നു. ആ കൂടെ ഒരു പ്രാവശ്യം 40. ഒരു വർഷത്തിൻ്റെ പകുതി ഉപവാസത്തിൽ തന്നെ അങ്ങ് പോകുമായിരുന്നു. അതിൻ്റെയൊക്കെ വിടുതലായി ഇന്ന് ദൈവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സമയം വന്നപ്പോൾ എല്ലാ ദിവസവും എൻ്റെ കൂടെ രാവിലെ അവൾ കർത്താവിൻ്റെ വേലയ്ക്ക് പോകും. 10 കിലോമീറ്റർ ഞാൻ നടന്ന പുള്ളി 10 കിലോമീറ്റർ നടക്കും, 15 നടന്നാൽ 15 നടക്കും. ഇങ്ങനെ വേല ചെയ്ത് വരുന്നു. 10 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, 25 ദിവസം കഴിഞ്ഞു. ഭക്ഷണമില്ല, ഒരു ചായ പോലും കൊടുക്കാൻ നിർവാഹമില്ല. 30 ദിവസമായി. അപ്പോൾ എനിക്കൊരു വിഷമം. ഒരു മാസം ഒരു ചായ പോലും കുടിക്കാതെ എൻ്റെ കൂടെ നടക്കുക. എന്നെ വിട്, ഞാൻ പിന്നെ ഇതിനു വേണ്ടി അങ്ങ് ജീവിതം ഹോമിച്ച് തമ്പുരാനുമായിട്ടുള്ള എഗ്രിമെൻ്റ് അങ്ങനെ ആയിപ്പോയതാണ്. എന്നെ അഭിഷേകം ചെയ്തത് ദൈവം അങ്ങനായിരുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ വേലയ്ക്ക് സമർപ്പിച്ചപ്പോഴാണ് ഞാൻ അഭിഷേകം പ്രാപിച്ച്. അപ്പോൾ നമ്മുടെ മൈൻഡ്, ചിലരൊക്കെ ദൈവം അങ്ങ് മെനഞ്ഞു വെക്കും. പറഞ്ഞേ ആമേ. പ്രൈസ് ഗോഡ്. 30 ദിവസമായപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നീ ഇനി വരണ്ട, ഞാൻ തന്നെ പോയി വേല ചെയ്യാം, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 31-ാം ദിവസം ഞാൻ പോയി വന്നു. 32-ാം ദിവസം ഞാൻ ഇതുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക് രാവിലെ പോയി, വൈകിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ റൂമിൽ എൻ്റെ വൈഫിനെ കാണാനില്ല. എങ്ങോട്ട് പോയി എന്നൊന്നും ആർക്കും അറിയത്തില്ല. തൊട്ടടുത്ത ആൾക്കാരോടല്ല, മറാഠിക്കാരാണ്, ആംഗ്യ ഭാഷയിലാണ് ചോദിക്കുന്നത്. കാരണം ഭാഷ നമുക്ക് അറിയത്തില്ല. അപ്പോഴാണ് അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടില്ല, അറിയത്തില്ല, രാത്രിയായി, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. 8 കിലോമീറ്റർ അപ്പുറത്ത് മാറി ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെയൊന്നും ലേഡീസ് സിസ്റ്റേഴ്സ് ആരും രാത്രി യാത്ര ചെയ്യത്തില്ല. കാരണം അങ്ങനത്തെ ഒരു വല്ലാത്ത ഗ്രാമമാണത്, ഒരു വല്ലാത്ത ആൾക്കാർ. 24 മണിക്കൂർ മദ്യം കിട്ടിയാൽ കൊള്ളാമെന്ന് ആശയുള്ള കുറേ ആൾക്കാരുള്ള ഗ്രാമം. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, ഇവക്കാണ് 21 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ആൾ എതിലേ പോയി, എങ്ങോട്ട് പോയി ഒന്നും അറിയത്തില്ല. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നടന്നു ചെന്ന്, ആൾക്കാരിങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്തു പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, സത്യത്തിൽ അന്നാണ് എൻ്റെ കണ്ണൊന്ന് നിറയുന്നത്. സുവിശേഷ വേലയിൽ കരയുന്നത് അന്നാ. ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടി ഇയാൾ ഭിക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോണ്ട ഞാൻ വരണേ. അപ്പോൾ എൻ്റെ ആകെ അങ്ങ് പെടഞ്ഞു പോയി. ഈ അരണ്ട വെളിച്ചേ ഉള്ളൂ, തമ്മിൽ മുഖം തിരിച്ചറിയാനൊക്കെ. ഞാൻ ഇയാളെ തപ്പിപ്പോകുന്നതുകൊണ്ടാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. ഞാൻ പെട്ടെന്ന് ഇയാളുടെ അടുത്തോട്ട് ഓടിച്ചെല്ലുമ്പോൾ സ്വന്തം ഭർത്താവ് വരുന്നു എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഒരു വഴിയാത്രക്കാരൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് പോലെ അവൾ എൻ്റെ മുമ്പിൽ കൈ നീട്ടി നിന്നു. അപ്പോൾ ഉടഞ്ഞു പോയി. ഞാനവിടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് നിൽക്കണം, മുള്ളിൻ്റെ മുകളിൽ നിന്നാലും മുഖം വാടരുത്, മനസ്സ് വാടരുത്, കർത്താവ് കൈവിടത്തില്ല, അവനാ വിളിച്ചത്, അവൻ കൈക്ക് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വരികയാണ്.
ഒരു സൺഡേ രാവിലെ പാമ്പാടിയിൽ ഈ അനുഭവങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം ചെയ്ത് വചനം ഒരുക്കി ചർച്ചിൽ പോകാൻ എൻ്റെ ഷർട്ട് ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ, ഷർട്ട് അയൺ ചെയ്യുകയാണ്. അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ അനുഭവങ്ങളെല്ലാം മനസ്സിലേക്ക് ഓടി വന്നു. അറ്റ്മോസ്ഫിയർ അങ്ങ് മാറി. ഞാൻ വളരെ പെട്ടെന്ന് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് കണ്ണുനീർ ഷർട്ടിൽ വീഴുന്നു. ഞാൻ കണ്ണുനീരാണ് അയൺ ചെയ്യുന്നത്. അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ കേൾക്കുക ഒരു വരി, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്ക് നന്ദി. ഇത് ടോണോടുകൂടെ ഞാൻ കേൾക്കുവാണ്. അപ്പം കേൾക്കുന്ന ഞാൻ പാടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പാടുവാണ് ഈ പാട്ട്, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന, ഞാൻ പാടുക ഇമ്മാനുവേലേ അങ്ങേക്ക്. ഇത് കേട്ടോണ്ടാ പാടുന്നത്. അപ്പം താഴെ എൻ്റെ വൈഫും കൊച്ചും കൂടി പറയുന്നത് കേൾക്കാം. അവൾ പറയുകയാണ്, അപ്പയ്ക്കൊരു പുതിയ പാട്ട് കിട്ടിയോ? അപ്പം അവൾ പറഞ്ഞു, അല്ലല്ല, ഏതോ ഒരു പാട്ട് പഠിച്ച് പാടുകയാണ്. അപ്പോൾ ഇതെനിക്ക് കേൾക്കുകയും ചെയ്യാം. പെട്ടെന്ന് ഈ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഞാൻ അടുത്ത വരി കേൾക്കുക. അങ്ങനെയാണ് നന്ദിയാൽ നിറയുന്നു എന്നുള്ള വരി വരുന്നത്. ഞാൻ എഴുതിയതല്ല, സത്യത്തിൽ അത് വന്നതാണ്. ഞാൻ പാടുക, നന്ദിയാൽ ഒന്ന് പിടിച്ചവനെ, എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെയോ. അപ്പോൾ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ട് ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത സ്റ്റാൻസ വരുവാണ്. എന്ന് വെച്ചാൽ പിന്നെ വീട്ടിൽ ചെന്ന് അടുത്ത് എഴുതുകയല്ല, ഷർട്ട് അയൺ ചെയ്ത് തീരുമ്പോൾ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഞാനല്ല കമ്പോസ് ചെയ്ത്, മേളിൽ നിന്ന് അങ്ങനെ വന്നേ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ, വേണ്ടെന്ന് കാതിൽ പറഞ്ഞവൻ എന്നെന്നും വേണ്ടുന്നതെല്ലാം. ആ കര ഉയർത്തി ഒന്ന് പാടിക്കേ. ഒന്നിനും കുറവില്ല, extremely victorious, courageous. ഒന്നിനും കുറവില്ല നടത്തുന്ന ജീസസ്. സഹോദരി സഹോദരങ്ങളെ, ഈ രാജ്യത്ത് വന്നൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ ഇതിൻ്റെ അകത്തിരിപ്പില്ലേ? പലതും റിജക്റ്റ് ചെയ്തപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയവർ ഇവിടെ ഇരിപ്പില്ലേ? ഞാൻ വഴി സൈഡിൽ കൈ നീട്ടിയെങ്കിൽ നിങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ കൈ നീട്ടിയവരല്ലേ? ആ കൈ തമ്പുരാൻ തട്ടിക്കളഞ്ഞില്ലല്ലോ. അവൻ ആ കൈക്ക് പിടിച്ചത് കൊണ്ടല്ലേ ആ ജോലി ഈ രാജ്യത്ത് കർത്താവ് തന്നത്? മാസം മാസം സാലറി എണ്ണി വാങ്ങുന്നെങ്കിൽ ആ കൈ അവൻ തട്ടിക്കളയാതെ ആ കൈക്ക് പിടിച്ചത് കൊണ്ടാണെങ്കിൽ ആ വരി ചിലർക്കുള്ള വരിയാണ്. നന്ദിയാൽ നിറഞ്ഞേ പറ്റൂ. അന്തരംഗം നിറഞ്ഞു ദൈവത്തിന് നന്ദി പറയണം. അഹങ്കാരത്തിൻ്റെ നട്ടെല്ല് ചവിട്ടി ഓടിക്കണം. നിഗളഭാവം ഉണ്ടാകരുത്. VIP അല്ല നമ്മൾ ആരും. പ്രസ്റ്റീജും സ്റ്റാറ്റസും താഴെ എടുത്ത് വെച്ചിട്ട് കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഒരു വചനം മാത്രം പറഞ്ഞ് ഞാൻ വളരെ പെട്ടെന്ന് പ്രാർത്ഥിക്കാം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 17-ാമത്തെ വാക്യം. 22:17 പ്ലീസ്. മൾട്ടി ലാംഗ്വേജാണ് നമ്മുടെ ചർച്ച. വെരി ഗുഡ് സിസ്റ്റർ. തമിഴ്നാട്ടിൽ എവിടെയാണ്? മാർത്താണ്ട് ബോർഡറാ. ഓക്കെ. എനിക്ക് ഉസ്ലാംപെട്ടി വർക്കുണ്ട്, ബോഡിനായ്ക്കന്നൂരിൽ വർക്കുണ്ട്, ചിന്നമണ്ണൂരിൽ വർക്കുണ്ട്. അവിടെ തമിഴ് ഭാഷ കേൾക്കുമ്പോൾ ഒരു ആവേശമാണ്, ഭയങ്കര ആവേശമാണ്, ഭയങ്കര അല്ലേ? പല ഭാഷ കേൾക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ? അതോ മലയാളം പറയുന്ന നമുക്ക് വേണ്ടി മാത്രം ഒരു സ്വർഗ്ഗം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ വല്ല ചിന്തയുണ്ട്, എന്നെ കണ്ടിട്ടേ പോകാവോ? ഞാൻ പ്രാർത്ഥിച്ചു വിടാം. അങ്ങനെ ഒരു സ്വർഗ്ഗം ഇല്ല. ഭാഷകളെ സ്നേഹിക്കണം. ഹല്ലേലൂയ.
പിന്നെ ഞാൻ യെരൂശലേമിൽ വന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം എനിക്കൊരു വിവശതയുണ്ടായി. ഞാൻ അവനെ കണ്ടു. പൗലൂസ് തൻ്റെ മിനിസ്ട്രി തീർന്നു വരവേ രാജാക്കന്മാരുടെ കയ്യിൽ പിടിക്കപ്പെട്ട് കയ്യിൽ ചങ്ങല വെച്ച് തന്നെ ഇനി കൊല്ലുക എന്നുള്ളതേ ലക്ഷ്യമുള്ളൂ റോമിൽ കൊണ്ടുപോയി. ആ സമയത്ത് രാജാക്കന്മാരുടെ മുമ്പിൽ സാക്ഷ്യം പറയാനുള്ള ടൈമാണ് 22 മുതൽ മുമ്പോട്ടുള്ള ചാപ്റ്റേഴ്സ് മുഴുവൻ. സ്പെഷ്യലി 24, 25, 26 എല്ലാം അഗ്രിപ്പാവിൻ്റെയും ഫെലിക്സിൻ്റെയും ഫെസ്തോസിൻ്റെയും ദ്രുസില്ലയുടെയും ബെർണീക്കയുടെയും ഒക്കെ മുമ്പിൽ താൻ സാക്ഷ്യം പറയുകയാണ്. ഇവിടെ ഇങ്ങനെ സഹസ്രാധിപൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ താൻ സാക്ഷ്യം പറയാതെ ഞാൻ യെരൂശലേമിൽ മടങ്ങി വന്ന് പ്രാർത്ഥിക്കുമ്പം എന്നെ ദൈവം ഒന്ന് തൊട്ടായിരുന്നു. എന്നെ ദൈവം എന്ത് ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്നത് എനിക്കൊരു ആത്മവിവശത ഉണ്ട്. ഞാനത് ലഘൂകരിക്കുക. എന്നെ ദൈവം ഒന്ന്, ഞാൻ സഭയോട് പറയുന്നു, കണ്ണടയുന്നതിന് മുമ്പ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാകണം. ഒരിക്കലെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണം. എന്നിട്ട് ദൈവം തൊട്ടവനായിട്ട് ഈ ഭൂമിയിൽ ഒരു ദിവസമെങ്കിലും ജീവിക്കണം. സാധാരണക്കാരനായി ജീവിക്കരുത്, സാധാരണ പെന്തക്കോസുകാരനായി ജീവിക്കരുത്. ദൈവം തൊട്ടവനായിട്ട് ജീവിക്കണം. ദൈവം തൊട്ടവനും ദൈവം തൊടാത്തവനും തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ദൈവം തൊട്ടവനെ കണ്ടാൽ അറിയാം. ദൈവം തൊട്ടവൻ്റെ സഭ കാണുമ്പോൾ അറിയാം. ദൈവം തൊട്ടവൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ അറിയാം. ദൈവം തൊട്ടവൻ്റെ മെസ്സേജ് കേട്ടാൽ അറിയാം. ദൈവം തൊട്ടവൻ്റെ പാട്ട് കേട്ടാൽ എനിക്കറിയാം. ദൈവം തൊട്ടവൻ കീബോർഡ് വായിച്ചാൽ അറിയാം. ദൈവം തൊട്ടവൻ്റെ മെസ്സേജ് വേറെയാണ്. ദൈവം തൊട്ടവൻ്റെ വോയിസ് വേറെയാണ്. ദൈവം തൊട്ടവൻ്റെ ലൈഫ് സ്റ്റൈല് വേറെയാണ്. ഇന്ന് പകല് തമ്പുരാൻ ചിലതിനെ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ചിലതിനെ ദൈവം തൊടാൻ ആഗ്രഹിക്കുകയാണ്. പിശാച് തൊട്ടത് അറിഞ്ഞവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. രോഗം തൊട്ടത് അറിഞ്ഞവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ദാരിദ്ര്യം തൊട്ടത് അറിഞ്ഞവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അസൂയ തൊട്ടത് അറിഞ്ഞവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. മനുഷ്യൻ തൊട്ടത് അറിഞ്ഞവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോട് ഞാൻ പറയുന്നു, ലൈഫിൽ ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്പർശനം നിന്റെ മേൽ വരണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്പർശനം നിന്റെ മേൽ വരാൻ പോകുകയാ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരോടല്ല ഇപ്പോൾ ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങളോട് തന്നെ സംസാരിക്കുകയാ. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു സ്പർശനം നിങ്ങളുടെ മേൽ വരാൻ പോകുകയാ. ഒന്നുകൂടെ പറയാം, ദൈവാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു, ഈ തലമുറയിൽ നീ ദൈവം തൊട്ടവനാകാൻ പോകുകയാ. ദൈവം തൊട്ടവന്റെ മിനിസ്ട്രി വേറെയാ. ദൈവം തൊട്ടവന്റെ പ്രവചനം വേറെയാ. ദൈവം തൊട്ടവന്റെ വെളിപ്പാട് വേറെയാ. ദൈവം തൊട്ടവന്റെ അഭിഷേകത്തിന്റെ തലം വേറെയാ. ദൈവം തൊട്ടവന്റെ ആരാധന വേറെയാ. Majesty, majesty, Rahima da janaga baushas, Rata katarabaga, Rajas milata katarayaba, Rata katarayaba shamdalayaba, Rata katarabaga shamdalayaba kana. ഈ സഭയിൽ ചില ഭർത്താക്കന്മാർ ദൈവം തൊട്ട ഭർത്താവായി മാറാൻ പോകുകയാ. ചില ഭാര്യമാർ ദൈവം തൊട്ട ഭാര്യയായി മാറാൻ പോകുകയാ. ചില മക്കൾ ദൈവം തൊട്ട മക്കളായി മാറാൻ പോകുകയാ. ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. നിങ്ങൾ അതിന് എന്തു പേരുമിട്ടു? ആത്മവിവശതയെന്നോ, എൻകൗണ്ടർ എന്നോ, വിസിറ്റേഷൻ എന്നോ, ദൈവിക സന്ദർശനമെന്നോ, പേരെന്താണെങ്കിലും അനുഭവം ഒന്നായിരിക്കും. തമ്പുരാൻ നിന്നെ തൊട്ടത് കൊണ്ടാ ഗോഡ്സ് ഓൺ മിനിസ്ട്രി ഉണ്ടായത്. ദൈവം തൊട്ടത് കൊണ്ടാ ഇത്രയും ദൈവമക്കൾ ഇവിടെ ആരാധിക്കുന്നേ. പക്ഷെ ഇന്ന് കർത്താവ് പറയുക, ആരെങ്കിലും അവന്റെ ഭാഗത്തു നിന്നൊരു തൊടിയിൽ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ വെറുതെ വിടില്ലവൻ.
ആക്ച്വലി ഞാൻ അഭിഷേകം പ്രാപിച്ചത് ദൈവം അങ്ങനെ തൊട്ടത് കൊണ്ടാണ് അഭിഷേകം പ്രാപിച്ച്. ഞാൻ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി എൻ്റെ 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പേരൻസ് അങ്ങനെ വളർത്തിയത്. പക്ഷെ പ്രാപിച്ചില്ല. എൻ്റെ അടുത്തിരിക്കുന്നവർ പ്രാപിക്കും, ഞാൻ പ്രാപിക്കുകയില്ല. എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര വിഷമമുണ്ടായി. കാരണം ഞാൻ നല്ല പേരൻസിനാൽ വളർത്തപ്പെട്ട് ഒരു നുണ പറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ അടിക്കും. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഞാൻ മാത്രം അഭിഷേകം പ്രാപിക്കുന്നില്ല. ഉള്ളത്തിൽ ഭയങ്കര വേദന തോന്നി. ഞാൻ പ്രീഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് പോകുന്ന സമയം എൻ്റെ വയസ്സ് 17 17ാമത്തെ വയസ്സിൽ ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ അവിടെ അഭിഷേകം പ്രാപിക്കാത്തവരെ ഒട്ട് എടുക്കത്തുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ അപ്പച്ചൻ പറഞ്ഞു, ആ പ്രിൻസിപ്പാൾ പറഞ്ഞു, നോ പ്രോബ്ലം നോ പ്രോബ്ലം നോ പ്രോബ്ലം, അവൻ എടുത്തോ, അവൻ പ്രാപിച്ചോളൂ, അവൻ റിസീവ് ചെയ്തോളൂ, ഹോളി സ്പിരിറ്റിനെ റിസീവ് ചെയ്തോളൂ. ഓക്കെ, അങ്ങനെ ഞാൻ എന്നെ എടുത്തു. 32 പേർ ഒരുമിച്ച് ചേർന്നിരുന്ന് പഠിക്കുന്നു. 31 പേരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച്, ഞാൻ മാത്രം പ്രാപിച്ചില്ല. അപ്പം ഇവരങ്ങ് ആരാധിക്കുക. അപ്പം ഞാൻ കൈയടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞ് ഞാനിങ്ങനെ ആരാധിക്കുക. ഞങ്ങളുടെ ചർച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര അനോയിൻറ്റിങ് നിൽക്കുന്നൊരു ചർച്ചാണ്. എല്ലാവരും മുട്ടയിലിരുന്നാണ് ആരാധിക്കുന്നത്. ആരും അഭിഷേകം പ്രാപിക്കാത്തവരില്ല, ഞാൻ ഒഴികെ. എല്ലാ പ്രവാചകന്മാരും വന്ന് കൈവച്ച്, അഭിഷിക്തന്മാർ വന്ന് കൈവച്ച് എല്ലാവരും പ്രാപിക്കുകയാണ്. അപ്പോൾ ഈ അവസാനം ഞാനിങ്ങനെ ആരാധിച്ച് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അവസാനം ഒരു പാസ്റ്ററിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ പ്രാപിച്ചില്ല. ഉടനെ പുള്ളി പറയാ, നിൻ്റെ കയ്യടി ആരാധനയും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ പ്രാപിച്ചതാണ്. ഇവിടെ പ്രാപിച്ച പലരുടെയും കയ്യടി കണ്ട നമ്മൾ കൈയെടുത്ത് ഇങ്ങനെ കൊടുക്കണം, സാറൊന്ന് അടിച്ചേ. ഒരു പാസ്റ്റർ, എൻ്റെ ഫാദറിനെ അറിയാവുന്നൊരു പാസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, എടേ നിൻ്റെ അപ്പനിങ്ങനെ തീ പോലെ നിൽക്കുമ്പോൾ, തീക്കട്ട പോലെ നിൽക്കുമ്പോൾ നീ എങ്ങനെയാണ് ഈ കരിക്കട്ട പോലെ ആയത്? കാരണം ഞാൻ എൻ്റെ തല കൈവച്ചിട്ട് ഞാൻ പ്രാപിക്കുന്നില്ല. എനിക്കങ്ങ് വിഷമമായി. 7ാം ക്ലാസ് മുതൽ ഉപവസിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവസ്ഥയെന്ന് ഓർത്തേ. കൊച്ചുനാൾ 10 വയസ്സ് 12 വയസ്സ് 13 വയസ്സിലൊക്കെ ആഗ്രഹം അഭിഷേകം പ്രാപിക്കണം. കാരണം നമുക്കതാ വേണ്ടത്. അതില്ലാതെ വേറെ എന്തുണ്ടിട്ട് ഒരു ഗുണമില്ല സാറേ. ദൈവം തൊട്ട ഒരു ലൈഫ് അല്ല. നിങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മറ്റൊരു ഫാമിലിയായിട്ട് നിങ്ങൾക്ക് എന്നാ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. അവരും ജോലി ചെയ്യുന്നു, സാലറി കിട്ടുന്നു, അവർക്കും ദീർഘം നിങ്ങൾക്കും ദീർഘം. വേറൊരു പ്രത്യേകതയില്ല, ഒരു വ്യത്യാസവും ഇല്ല. ആകെയുള്ള വ്യത്യാസം നീ അഭിഷിക്തനാകുന്നു എന്നുള്ളതാണ്. ഹോളി സ്പിരിറ്റ് നിന്നെ തൊടുമ്പോഴാണ് നീ ആള് മാറുന്നേ. അപ്പോൾ ഞാൻ ബൈബിൾ സ്കൂളിൽ ഫസ്റ്റ് സെമസ്റ്റർ പരിശുദ്ധാത്മാവില്ലാതെയാണ് പഠിക്കണേ. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞൊരു ചെറിയ ഗ്യാപ്പുണ്ട് 2nd സെമസ്റ്ററുമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് 3 ദിവസത്തെ യൂത്ത് ക്യാമ്പ് നടക്കുക ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൻ്റെ അടുത്ത്. 100 കണക്കിന് ചെറുപ്പക്കാരുടെ ക്യാമ്പാണ്. പേരൻസും വരുന്നുണ്ട്. അപ്പോൾ വിശാലമായ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത്, ഒരു സ്കൂളിൻ്റെ ഹോളിൻ്റെ അകത്ത് മീറ്റിംഗ് നടക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഈ അങ്കിൾ ഇരിക്കുന്ന പോലെ, ബ്രദർ ഇരിക്കുന്ന പോലെ, ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുക. കാരണം ഒത്തിരി പാസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ കൈവെപ്പ് കിട്ടി എനിക്ക് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. ഇന്നും എൻ്റെ ആവേശം കുറഞ്ഞിട്ടില്ല. ഞാൻ പുറകോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഈ സഭയോട് പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ്. ഒരിക്കലും ഇവിടെ അനൗൺസ് ചെയ്യാൻ ഇടയാകരുത്, മുമ്പോട്ട് കയറിയിരിക്കുക. അങ്ങനെ അനൗൺസ് ചെയ്യുന്ന ചർച്ചിൽ റിവൈവൽ ഉണ്ടാകത്തില്ല. എന്താ മിണ്ടാത്തെ? മോഹമൊക്കെ ഇങ്ങനെ നല്ല ഫ്രീ ആക്കി വെച്ചോണ്ടിരിക്കും. പുറകോട്ടല്ല പോകണ്ട, മുമ്പോട്ട് വരണം. ഹല്ലേലൂയ. അപ്പം ഞാനിങ്ങനെ ആരാധിക്കുക. അപ്പം അന്ന് ഒരു ദിവസം തന്നെ 3 പ്രാവശ്യം കാത്തിരിപ്പ് യോഗം എന്ന് പറഞ്ഞു വെച്ചാൽ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യാത്തവരെ ഒരുമിച്ചിരുത്തി ചുറ്റും ദൈവദാസന്മാർ നിന്ന് പ്രാർത്ഥിച്ച് അവരുടെ തല കൈവെക്കുമ്പോൾ അവരെല്ലാം എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. അങ്ങനെ ഒരു ദിവസം 3 സെഷനാണ്. ഒരു ദിവസം കഴിഞ്ഞ് 3 സെഷനിൽ ഞാൻ പ്രാപിച്ചില്ല. 2ാം ദിവസമായി 3 സെഷനിൽ ഞാൻ പ്രാപിച്ചില്ല. 3ാം ദിവസത്തെ സെഷൻ ലഞ്ചോടുകൂടെ തീരുകയാണ്. എന്ത് ചെയ്യും? 3ാം ദിവസം എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, തമ്പുരാനെ ഇത്തവണ വരുന്ന പാസ്റ്ററൊക്കെ ഉണ്ടെങ്കിലും എന്നെ ഒന്ന് തൊടനേ കർത്താവേ. ഇതെൻ്റെ ആഗ്രഹം, എൻ്റെ ആവേശമാണ്. അപ്പോൾ ഒരു ദൈവദാസൻ വരുന്നുണ്ട്. ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു പാസ്റ്റർ വന്ന് അനൗൺസ് ചെയ്യുക. ആ പാസ്റ്റർ വരുന്ന വഴിക്ക് വാഹനത്തിനൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് വരാനൊക്കത്തില്ല. വന്നാൽ തന്നെ ഒരു 10 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചെങ്കിൽ. ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബൈബിളും എടുത്തുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നേരെ പുറകിലേക്ക് പോയി. ഞാൻ കാരണം നിരാശയായിപ്പോയി. എന്നെ കർത്താവിന് വേണ്ടേ? എന്നെ മാത്രം എന്താ നിറയ്ക്കാത്തേ? ഈ ഒരു ചിന്ത എനിക്കുണ്ടായി. അപ്പം എൻ്റെ പേരൻസ് പറഞ്ഞു, നീ എന്തിനാ പുറകോട്ട് വന്ന്, നീ ഫ്രണ്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പ്രാപിക്കുമെന്ന് തോന്നില്ല, ആ പാസ്റ്റർ വരത്തില്ല, വന്നാൽ തന്നെ 10 മിനിറ്റ് എന്തോ പറയും എന്നാ പറഞ്ഞേക്കുന്നത്. എൻ്റെ പേരൻസ് പറയണം, നിന്നെ ദൈവത്തിന് തൊടാൻ 10 മിനിറ്റ് വേണ്ടല്ലോ. പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, എങ്കിൽ പിന്നെ എന്താ ഈ ദിവസങ്ങളിൽ എന്നെ തൊടാഞ്ഞേ? 10 മിനിറ്റ് വേണ്ടാന്ന് പറയുമെങ്കിൽ പിന്നെന്താ ഇത്ര നാൾ എന്നെ ഇട്ട് വലിച്ചേ?
എടാ നീ പറയാൻ നിൽക്കുകയാണ്, നീ പോകാൻ പറഞ്ഞു ഫ്രണ്ടിലോട്ട്. ഞാൻ പറഞ്ഞു നോ, ഞാൻ പോത്തില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു. വേറൊരാൾ വന്ന് പ്രസംഗിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ദൈവദാസം വന്നു. 10 മിനിറ്റ്, ലാസ്റ്റ് 10 മിനിറ്റ്സ്. അപ്പോൾ അവർ പറയടാ പാസ്റ്റ് വന്ന് നീ ഫ്രണ്ടിൽ ചെല്ലും. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ അങ്ങ് എൻ്റെ പിടിയെല്ലാം അങ്ങ് വിട്ടു. എനിക്ക് ഭയങ്കര വിഷമമാണ്, ഹോളി സ്പിരിറ്റ് എന്നെ തൊടാത്തത് കൊണ്ടുള്ള വിഷമം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയം പെട്ടെന്ന് ആയാൽ മതി എന്നുള്ള വിഷമമുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെ വിടുന്നില്ല. എനിക്ക് 2 മണിക്ക് അടുത്ത സെഷനുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ ഈ കർത്തൃദാസൻ വന്നിട്ട് ബൈബിൾ ഇതുപോലെ മടക്കി വെച്ചിരിക്കുക, തുറന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുകയല്ല, ഞാൻ ആഫ്രിക്കയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പോയ ഒരു മിഷണറിയെക്കുറിച്ച്, പാസ്റ്റർ തോമസ് വെയറിങ്, ഒരു മിഷണറിയെക്കുറിച്ച് ഞാൻ തൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ പോകുകയാണ്. ചില സെഷൻ എല്ലാ സെഷനും പോലെ ആയിരിക്കില്ല. ചില സെഷൻസ് പ്രോട്ടോകോൾ നോക്കി ആയിരിക്കില്ല. ചില സെഷൻസ് അവൻ അറ്റാക്ക് ചെയ്യും. അവൻ അറ്റാക്ക് ചെയ്തു പോയാ അവൻ ചിലതിനെ തൊട്ടിരിക്കും. ഈ സഭയിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവാ. ഈ ചർച്ച് ഹോളിൻ്റെ അകത്ത് അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനിങ്ങനെ പുറകിരിക്കുമ്പോൾ അദ്ദേഹം ഈ തോമസ് വെയറിങ്ങിനെ കുറിച്ച്, ആഫ്രിക്കയിലെ മിഷൻ വർക്കിനെ കുറിച്ച് ഇങ്ങനെ പറയുക. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയുക, ഭയങ്കര എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് തന്നെ മനസ്സിലായി എന്നിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നില്ല. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ആവിട്ട് കരയാൻ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നില്ല. അവസാനം അദ്ദേഹം വിളിച്ചു ചോദിച്ചു, അപ്പനെ അമ്മയും നാടും വീടും ഒക്കെ വിട്ട് കർത്താവ് പറയുന്ന നാട്ടിൽ പോയി വേല ചെയ്യാൻ ആരുണ്ട്? കൈ ഉയർത്തി എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ കൈ ഉയർത്തി എഴുന്നേക്കുന്നല്ല എനിക്കറിയാം. കരഞ്ഞോണ്ടാ എഴുന്നേക്കുന്നെന്നും എനിക്കറിയാം. പിന്നെ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ മണിക്കൂറുകൾ കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വീണ് കിടക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നും. ഞാൻ അങ്ങനത്തെ ഒരു അഭിഷേകമോ പരിശുദ്ധാത്മാവിനെ ഒന്നും എൻ്റെ ചർച്ചയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ മുട്ടയിരുന്ന് ആരാധിച്ച് അല്ലേലിയ പറഞ്ഞ് ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവിനെ അല്ലാതെ എനിക്കൊട്ട് അറിയത്തുമില്ല. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ അടുക്ക പേരൻസ് നിൽപ്പുണ്ട്. ഹോള് ഫുൾ കാലിയായി, എല്ലാവരും പോയി, വൈകുന്നേരമായില്ലേ. ഞാൻ ഇവരോട് ചോദിച്ചു എനിക്കെന്താ സംഭവിച്ചേ. ചോദിക്കുന്നുണ്ട്, പക്ഷെ പുറത്ത് വരുന്നത് അന്യഭാഷയാണ്. എൻ്റെ പേരൻസിനോട് ഞാൻ അന്യഭാഷയിലാണ് ചോദിക്കുന്നത്. കം ഓൺ, സ്പീക്കിംഗ് ടങ്സ്. സ്ലോലി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. പ്രേയിങ് സ്പിരിറ്റ്, പ്രേയിങ് സ്പിരിറ്റ്, പ്രേയിങ് സ്പിരിറ്റ്, സ്പീക്കിംഗ് ടങ്സ് പ്ലീസ്. കർത്താവ് ചിലരെ തൊടാൻ പോവാണ്, അതുകൊണ്ടാ. അവൻ ചിലരെ സ്പർശിക്കാൻ പോവാ. സ്പീക്കിംഗ് ടങ്സ്. ഞാൻ ഇവരോട് ചോദിക്കുകയാണ് എനിക്കെന്താ സംഭവിച്ചത്. പക്ഷെ ഞാൻ അന്യഭാഷയാണ് പറയുന്നത്. എനിക്ക് എൻ്റെ അന്യഭാഷ നിർത്താൻ കഴിയണില്ല. ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പുറകിലല്ലേ നിന്നത്, ഞാൻ എങ്ങനെ ഇവിടെ വന്നു? പക്ഷെ ഞാൻ ചോദിക്കുന്ന അന്യഭാഷയില്ല. അവസാനം ഞാൻ ഒരു വിധത്തിൽ കൺട്രോൾഡായി. ഇവരെന്നോട് പറഞ്ഞു, ഒരു റബ്ബർ പന്ത് വലിച്ചെറിയുന്ന പോലെ നിന്നെ പരിശുദ്ധാത്മാവ് പുറകിൽ നിന്ന് സ്റ്റേജിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അന്ന് എറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നേ. നീ മനസ്സിൽ കാണുന്ന പരിശുദ്ധാത്മാവല്ല, അതിൻ്റെ അളവ് അത്രയല്ല, അതിൻ്റെ അളവ് വേറെയാണ്. അതിനെ ഒരു മെഷർമെന്റ് കൊണ്ട് പോലും അളക്കാൻ ഒക്കത്തില്ല. നിനക്ക് അളക്കാൻ കയ്യിൽ ചരടുണ്ടോ? 3000 മുഴമല്ലാതെ അതിലപ്പുറത്ത് അളക്കാൻ ദൈവം അനുവദിക്കില്ല. അതിനും അപ്പുറമാണ് ഹോളി സ്പിരിറ്റ്. അടുത്ത മുഴം അളക്കാൻ നീ കയ്യിലെടുത്താൽ വെള്ളം പൊങ്ങാൻ തുടങ്ങും. നിനക്ക് സ്വിം ചെയ്യാനല്ലാതെ, നീന്താനല്ലാതെ വേറൊന്നും കഴിയില്ല. ഇന്ന് രാവിലെ ഗോഡ്സ് ഓൺ മിനിസ്ട്രിയോട് ഹോളി സ്പിരിറ്റ് സംവാദിക്കുകയാ. ഞാൻ അങ്ങനൊന്ന് തൊടാൻ ആഗ്രഹിക്കുകയാ. നീ അവൈലബിൾ ആണോ? നീ അവൈലബിൾ ആണോ? ഹോളി സ്പിരിറ്റ് ചോദിക്കുക, നീ അവൈലബിൾ ആണോ? പരിശുദ്ധാത്മാവിനെ അതുപോലെ റിസീവ് ചെയ്യാൻ ഒരാത്മവിവശതയിലേക്ക് ഈ സഭയെ ദൈവം കണ്ടിന്യൂ ചെയ്താൽ, ഹോളി സ്പിരിറ്റ് അങ്ങനെ നിന്നെ ചെയ്യാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് നിന്നെ ഒന്ന് വട്ടം പിടിക്കാൻ പോകുകയാ.
പരിശുദ്ധാത്മാവ് നിന്നെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പോകുകയാ. Majesty, Rahimada Janagas. Thank you, Holy Spirit of God. Thank you for your presence, Lord. Thank you for your presence, Lord. ആരും ഫോക്കസ് ചെയ്യണ്ട. നിങ്ങളും പരിശുദ്ധാത്മാവും. ഒരുപക്ഷെ നീ ഇത് പഠിച്ചു കാണുകയില്ല. നീ പഠിച്ചതിനേക്കാൾ അപ്പുറമാ പരിശുദ്ധാത്മാവ്. നീ നദിയെ കുറിച്ച് പഠിച്ചാൽ നദി പോലെ അല്ല കടല്. നദി വേറെ, കടല് വേറെ. യെസ് യെസ്. നിന്റെ ഇച്ചിരി പോന്ന ബുദ്ധിക്കകത്ത് ഹോളി സ്പിരിറ്റിനെ അളന്നു വെക്കരുത്. വായി തുറന്ന് പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ വായി തുറന്ന് വിളിക്ക്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് എന്നെ തൊടണമേ. വായി തുറന്ന് പറ, എന്നെ തൊടണമേ. ഹോളി സ്പിരിറ്റ്. ഒരു സെക്കൻഡ് ടച്ച്, ഒരു സെക്കൻഡ് ടച്ച്. ഈ ചർച്ച് ഒരു റിവൈവലിലേക്ക് മൂവ് ചെയ്യാൻ പോകുകയാ. ഗോഡ്സ് ഓൺ മിനിസ്ട്രി റിവൈവലിലേക്ക് മൂവ് ചെയ്യാൻ പോകുകയാ. ഒരു റിവൈവൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാ. എൻഡ് ടൈം റിവൈവൽ, എൻഡ് ടൈം റിവൈവൽ, എൻഡ് ടൈം റിവൈവൽ. കം ഓൺ, ഓപ്പൺ യുവർ മൗത്ത്, ഓപ്പൺ യുവർ മൗത്ത്. വായി തുറക്കുക, വായി തുറക്കുക. അവൻ സ്പർശിക്കാൻ പോകുകയാ. അവന്റെ സ്പർശനത്താൽ നിന്റെ വീട് നിറയാൻ പോകുകയാ. സെക്കൻഡ് ടച്ച്, സെക്കൻഡ് ടച്ച്. Come on, come on. നീ പഠിച്ചത് മാറ്റിവെക്കാതെ നല്ലതാ. പക്ഷേ ഇനി നീ പഠിക്കാൻ പോകുന്നത് അതിനേക്കാൾ നല്ലതാ. നീ അറിഞ്ഞത് നല്ലതാ, പക്ഷെ നീ അറിയാൻ പോകുന്നത് അതിനേക്കാൾ വലിയതാ. നിന്റെ മുറിയിൽ ഒരു എൻകൗണ്ടർ നടക്കാൻ പോകുകയാ. ഡിവൈൻ എൻകൗണ്ടർ, ഡിവൈൻ വിസിറ്റേഷൻ, ഹെവൻലി വിസിറ്റേഷൻ, heavenly visitation. Come on, come on, receive ചെയ്യുക. നിന്റെ ലെഫ്റ്റോ റൈറ്റോ നീ നോക്കണ്ട. ഹോളി സ്പിരിറ്റിന് നിന്നെയാ വേണ്ടേ. കുറെ നാളായി അവൻ നിന്നെ വാച്ച് ചെയ്യുകയായിരുന്നു. എൻ്റെ മകളെ, ഞാൻ നിന്നെ ഫോളോ ചെയ്യുകയായിരുന്നു. എൻ്റെ മകനെ, ഞാൻ നിന്നെ ഫോളോ ചെയ്യുകയായിരുന്നു. എനിക്ക് നീ ഒന്ന് അവൈലബിൾ ആയി കിട്ടിയാൽ ഞാൻ നിന്നെ തൊട്ടിരിക്കും. യെസ്, yes, yes. Holy Spirit revival, Holy Spirit revival, Holy Spirit revival. Spiritually അടുത്ത ലെവലിലേക്ക്, next level of anointing, next level of anointing, next level of anointing. Come on, next level of anointing. kara batala kara hata rataka. നിന്റെ ബെഡ്റൂം അപ്പർ റൂമായി മാറാൻ പോകുകയാ. നിന്റെ ബെഡ്റൂം അപ്പർ റൂമായി മാറാൻ പോകുകയാ. മണിക്കൂറുകൾ ആത്മസാന്നിധ്യത്തിൽ വീണ് കിടന്ന് വെളിപ്പാടുള്ളവനായി ചാക്കിന്റെ അകത്ത് പുല്ല് കുത്തി നിറയ്ക്കുന്നത് പോലെ. ചിലരുടെ രാത്രി ഉറക്ക ദൈവിക ദർശനങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പോകുകയാ. കാഴ്ചയുടെ തലം തുറക്കുകയാ. A prophet is a seer. ഒരു പ്രവാചകൻ കാണുന്നവനാ, കാണുന്നവനാ. ഒരു പ്രവാചകൻ കാണുന്നവനാ. നീ കണ്ടുകൊണ്ട് പ്രവചിക്കാൻ പോകുകയാ. നീ സ്റ്റേജിൽ നിൽക്കുമ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ ആത്മാവ് കാണിക്കാൻ പോകുകയാ. നീ അത് വായിച്ച് പ്രവചിക്കാൻ പോകുകയാ. Come on. ഒരു പ്രൊഫറ്റിക് മാൻഡിൽ, prophetic mantle I release. Yes, 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 yes. Receive ചെയ്യുക. ഞാൻ നിങ്ങളെ തൊടില്ല, പക്ഷെ അവൻ നിങ്ങളെ തൊടും. Bahar gadoko seke labinaka shakatarabaka ratakataraba. Yes, God's own ministry, God's own prophetic ministry agan bogaya, God's own apostolic ministry. ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുകയാ. പ്രവചനത്തിന്റെ തലം ഇവിടെ തുറക്കുകയാ.
തൊടട്ടെ. ഹോളി സ്പിരിറ്റ് തൊടട്ടെ. ഹോളി സ്പിരിറ്റ് തൊടട്ടെ. ആരും ആരെയും നോക്കണ്ട. നിങ്ങൾക്ക് റിസീവ് ചെയ്യണോ? ഇരുന്നോ, എഴുന്നേറ്റോ, കൈയടിച്ചോ, വായി തുറന്നോ, നിങ്ങളങ്ങ് റിസീവ് ചെയ്താൽ മതി. നിങ്ങളിൽ ചിലർക്ക് പരിശുദ്ധാത്മാവിന്റെ വിസിറ്റേഷൻ ഉണ്ടാകാൻ പോകുകയാ. Shantaria Baba Baba. Oh, Rashi. Fly this steely Ribiniero. Oh, Roshantaraya Baba Baba. Oh, Rashi. Oh, Rashi. Hallelujah. This is my story. This is my soul, praising my Savior all the day long. This is my story. This is my soul, praising my Savior all the day long. Praising my Savior, slightest tipikana. This is my story. This is my soul, praising my Savior all the day long. This is my story. This is my soul, praising my Savior. നിരില്ലാതെ നാളെല്ലാം നാളാകുമാ, നിരില്ലാതെ വാഴ്വെല്ലാം വാഴ്വാ. ആവിയാനവരെ, നിരില്ലാതെ നാളെല്ലാം നാളാകുമാ, നിരില്ലാതെ വാഴ്വെല്ലാം വാഴ്വാ. ഉയിരിന്നൂറ്റേ നീയാവാ, ഉണ്മയിൻ വഴിയേ നീയാവാ. ഉയിരിൻ ഊற்றേ നീയാവാ, ഉണ്മയിൻ വഴിയേ നീയാവാ. ഉണ
கனவில் பிறப்பே நீராவா உள்ளத்தின் மகிழ்வே தம் கிருபை பெரிதல்லோ என் ஜீவனிலும் அதே மட்டும் காத்ததுவே இன்னும் தேவை கிருபை தாருமே இன்னும் தேவை കിരുബൈ. ഇതിൻ്റെ അകത്ത് ഞാൻ കാണുകയാണ്. ഞാനിത് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി പറയാം. പഴയ നിയമത്തിൽ മേഘസ്തംഭം ജനത്തിൻ്റെ നടുവിൽ ഇറങ്ങിയതുപോലെ ഇവിടെ കാണത്തക്കവണ്ണം ഗോഡ്സ് ഓൺ മിനിസ്ട്രിയിൽ ഒരസാധാരണ എൻകൗണ്ടർ അത് ഈ ഹോളിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുകയാണ്. സഹോദരങ്ങളെ, എൻ്റെ സമയം തീരുന്നു. ജസ്റ്റ് 2-3 മിനിറ്റ്സ് ഞാൻ നിങ്ങളോട് എൻ്റെ ഉള്ളം തുറന്ന് സംവാദിക്കുകയാണ്. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ യാത്രയിൽ വിസിറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഉള്ള അതിയായി കൊതിച്ചു. പാസ്റ്ററെ, എനിക്ക് വിസിറ്റേഷൻ എൻകൗണ്ടർ എന്നുള്ള പദം വന്ന് ഞാൻ വീഴും, അവിടെ കവന്ന് വീഴും. അവിടെ ഇതൊന്നുമില്ല, മിനിസ്റ്ററാ പാസ്റ്ററാ, ഇത് ദൈവം ചെയ്യുന്നതാ. കാശ് കൊടുത്താൽ കിട്ടുമായിരുന്നെങ്കിൽ പണ്ടേ ആൾക്കാർ കൊണ്ടുപോയാനെ. ഇത് കാശിന് വരുന്നതല്ല, കൃപയാ. കൃപ കൃപ കൃപ. കൃപ. One more time, വായി തുറന്ന് പറ, കൃപ. കുമരകത്തൊരു ഓലപ്പുരയ്ക്കകത്ത് ജനിച്ച എന്നെ തൊടാൻ കാണിച്ച കൃപ. ഒത്തിരി പേര് കഴിവിൽ ആശ്രയിക്കുന്നുണ്ട്. പലരുടെ പാട്ട് കേൾക്ക് കഴിവാണ്, പലരുടെ പ്രസംഗം കേൾക്ക് കഴിവാണ്. പക്ഷെ തമ്പുരാൻ തോട്ട കഴിവിനെ ഓവർകം ചെയ്യും. ഏലിയ ആഹാബിന്റെ രഥത്തെ ഓടി തോപ്പിച്ച പോലെ ഇവിടെ പാടുന്നവരെ, ഇവിടെ ഗിറ്റാർ വായിക്കുന്നവരെ, ഇവിടെ കീബോർഡ് വായിക്കുന്നവരെ, ഇവിടെ പ്രീച്ച് ചെയ്യുന്നവരെ, ഇവിടുത്തെ ബിലീവേഴ്സിനെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ജഡം കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് നീ ഓവർകം ചെയ്യാൻ പോകുകയാ. ഈ ചർച്ചിന് ഞാനൊരു പ്രൊഫറ്റിക് വേർഡ് ഇമ്പാർട്ട് ചെയ്യുന്നു. ക്രോസ് ഓവർ unto the other side. മാർക്ക് 4:35 ക്രോസ് ഓവർ unto the other side. ഷാർജയിൽ സീ ഓഫ് ഗലീലി നീ ക്രോസ് ചെയ്യാൻ പോകുകയാ. ഷാർജയിൽ, ദുബായിൽ, UAE-യിൽ നീ ഒരു സീ ഓഫ് ഗലീലി ക്രോസ് ചെയ്യാൻ പോകുകയാ. Come on, cross over unto the other side. ഇതുവരെ ക്രോസ് ചെയ്യാത്ത ചില പ്രശ്നങ്ങളെ ക്രോസ് ചെയ്യാൻ പോകുകയാ. ഇതുവരെ ചാടിക്കടക്കാത്ത ചില വൻമതിലുകളെ ചാടിക്കടക്കാൻ പോകുകയാ. നിന്റെ മേലെ അസാധാരണമായ ഒരു കോളുണ്ട്. ഞാൻ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ഫേസ് അല്ല കാണുന്നത്, വേറൊരു ഫേസ്, എൻ്റെ യേശുവിൻ്റെ ഫേസ്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മകനെ ഞാൻ ബ്ലെസ് ചെയ്യുകയാ. ക്രോസ് ഓവർ. നീ ചിലതിനെ ക്രോസ് ചെയ്യാൻ പോകുകയാ. നിന്റെ മേൽ അങ്ങനെ ഒരു അനോയിന്റിംഗ് ഓൾറെഡി ഹോളി സ്പിരിറ്റ് തന്നിട്ടുണ്ട്. ഞാൻ ബ്ലെസ് ചെയ്യുകയാ. ഷഹീദ് മജസ്റ്റി. Abara jala rajana
ഓ രാശി അലാസി. ഈ മനുഷ്യൻ ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോൾ ഭൂതം ഇളകി മാറിയാൽ, ഈ മനുഷ്യൻ ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻസർ സൗഖ്യമായ, ലൈക്ക് ദാവീദ് അങ്ങനെ ആയിരുന്നു. ഗിറ്റാറിന് പകരം കിന്നരം, ഹാർപ്പ്, കിന്നരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൗലിന്റെ ദുരാത്മാ വിളകാൻ തുടങ്ങും. വൈ? Psalms 23:5. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട്, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട്, come on, come on, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട്. ഓ ഇവരിവിടെ കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ സാന്നിധ്യം കൊണ്ട് ഈ ഹോള് നിറഞ്ഞ, അത് എന്നെ പ്ലേ ആയിരിക്കും. അത് കീബോർഡിന്റെ അല്ല, ആ വ്യക്തിയിലുള്ള അനോയിന്റിംഗ് ആണ്. ജഡം കൊണ്ട് ചെയ്യരുത്. വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് ജഡം കൊണ്ടാകരുത്. നിന്റെ വോയിസിൽ പ്രസൻസ് ഉണ്ടാകണം. മിനിമം 1 hour അന്യഭാഷ പറയാത്തവരെ സ്റ്റേജിൽ കയറ്റരുത്. മിനിമം 1 hour ടങ്സ് പറഞ്ഞിട്ട് പാടാൻ കയറ്. സ്വർഗം തുറക്ക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടി വന്ന് കയറേണ്ട സ്റ്റേജ് അല്ല ഇത്. ഹെവൻലി പ്ലാറ്റ്ഫോം, ഹെവൻലി പ്ലാറ്റ്ഫോം, angelic platform.